എന്താ ആൻസി ഒരു മുന്നറിയിപ്പില്ലാതെ ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ? വിളിക്കാൻ ഞാൻ പറഞ്ഞതാ സാറേ. അപ്പൊ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇടിപിടിയുന്നൊരു പോക്കാ. എന്താ പറ്റിയേ സാറേ? വല്ലവനും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ചാവാൻ പറ്റുമോ സാറേ? എന്തു പറ്റി? എന്താ പ്രശ്നം? സാറേ പിള്ളേര് ഋഷി അവിടെ വന്നിരുന്നു എന്നെ കാണാനായിട്ട്. എവിടെ? വീട്ടില്, തോണിക്കരയിലെ വീട്ടില്. എന്താ കാര്യം? സാർ, ഈ കേസുകളെല്ലാം പിൻവലിച്ചില്ലെങ്കിൽ അവൻ എന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളയെന്ന് പറഞ്ഞു. അവനത് ചെയ്യുന്ന പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? കുട്ടികളുടെ അച്ഛനോടില്ലേ? അപ്പൊ പിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ പല്ലവി അവിടെ ഉണ്ടല്ലോ, അവളല്ലേ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അതെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് മാറ്റി സാർ. എന്റെ പിള്ളേരെ അനിത് വേറൊരു വീടെടുത്ത് അങ്ങോട്ട് മാറ്റിയെന്ന്. ഞാൻ പല്ലവിയോട് സംസാരിച്ചിട്ടാ വരുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ പല്ലവിയോട് സംസാരിക്കരുത്, അവരെ കാണരുത്. അതുകൊണ്ടാണ് അവരെ മാറ്റിയത് അവിടുന്ന്. അവരെന്തെങ്കിലും ചെയ്യും സാർ. ഈ 100 ദിവസത്തെ സമയം അവരെനിക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളൊരു തീരുമാനം കൊടുത്തേ പറ്റൂ. എന്ത് തീരുമാനമാ? എന്റെ പേരിൽ ഒരു കേസും വേണ്ട. എനിക്ക് വേണ്ടി ഒരു കേസും സാർ നടത്തണ്ട. ആൻസി, KGS ഈവനിങ്സിന്റെ അടുത്ത റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. വേണ്ട വേണ്ട സാർ, ഇതൊന്നും വേണ്ട. എന്റെ പേര് പറഞ്ഞ് സാർ എന്നെ രക്ഷപ്പെടുത്ത ഒന്നും ചെയ്യണ്ട. ഞാൻ പേഴ്ചവളാണെന്ന് നാട്ടുകാർ കരുത്തിക്കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല സാർ. ഞാൻ തെറ്റുകാരിയിട്ടിരുന്നോട്ടെ. എന്നെ മനസ്സിലാക്കുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടല്ലോ. എനിക്ക് എന്റെ പിള്ളേരെ ജീവനോടെ വേണം സാർ. സാർ ഇതൊക്കെ നിർത്തിയാരെ. ഇതൊന്നും വേണ്ട സാർ, പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും പ്ലീസ്. എനിക്ക് നിവൃത്തിയില്ല എന്നിട്ടാ സാർ, ഇതൊന്ന് നിർത്ത്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വേണം. ഞാൻ പറയുന്നത് പവിത്ര, ചായ എടുക്ക്. ആൻസി വാ. മനസ്സാ വാ. വേണ്ട വേണ്ട, എനിക്കിതൊരു തീരുമാനം. ആൻസി പറയുന്നത് കേക്ക്. നമുക്ക് സംസാരിക്കാം. വാ. സാറേ, ഇത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണോ അതോ? എടോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാം. ഓ, എന്തോന്ന് മമ്മി, ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല. ആ വക്കീലിനോട് വിളിച്ച് വരാൻ പറ. ഒന്നുകിൽ KGSന്റെ കോള് വരും, അല്ലെങ്കിൽ ആൻസിയും കൂട്ടി അയാൾ ഇങ്ങോട്ട് വരും. ഇനി അങ്ങോട്ട് നമ്മൾ എന്താണ് പറയേണ്ടതും ചെയ്യേണ്ടതും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. അതുകൊണ്ട് സേതുപതി നാരായണ സാറിനോട് പെട്ടെന്ന് വരാൻ പറ. സാർ ഇവിടെ തന്നെ ഉണ്ട്. കാര്യങ്ങൾ അറിയാൻ സാർ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുക. പക്ഷേ ഋഷി, നീ തോന്നിക്കരെ പോയി അവളെ വരട്ടിയ കാര്യമൊന്നും അനന്തരം അറിയില്ല. എന്തായാലും അതിപ്പോ അറിയും. അറിയുമ്പോഴേ ഞാനും ആദ്യം കൂടെ പറഞ്ഞു വിട്ടതാണെന്ന് പറയല്ലേ. നിന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ മതി. മമ്മി, അതിനൊക്കെ വകുപ്പ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് ചിറ്റപ്പൻ പറഞ്ഞിട്ട് പോയാന്ന് ഞാൻ പറയും. അതിന് അനന്തൻ നിന്നോട് തോന്നിക്കരെ പോകാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞു എന്നേ പറയൂ. ചിറ്റപ്പൻ ചോദിച്ചാ ചിറ്റപ്പന്റെ വിഷമം കണ്ടിട്ട് പോയാന്നേ പറയൂ. മോനെ, ഇത് കൂടുതൽ കുഴപ്പമാകും കേട്ടോ. ഇല്ല മമ്മി, ഇന്ന് രാത്രി ഇരുട്ട് വെളുക്കുന്നതിന് മുമ്പ് ആൻസി വർഗീസ് അനന്തന്റെ മുമ്പിൽ വരും. ഞാൻ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ കേസും പിൻവലിച്ചോളാന്ന് എൻ്റെ മുന്നിൽ വന്ന് പറയും. നോക്കിക്കോ മമ്മി, ഇപ്പൊ ആ വക്കീലിൽ നിന്ന് വിളി. ആ പിന്നെ മമ്മി, പിന്നെ വേറൊരു കാര്യം. ഈ KGS കോടനാട് കേസും പ്രിയയുടെ കേസും ഒക്കെ പിൻവലിച്ചാലും ആ പരീക്ഷ കേസില്ലേ, അത് ചിലപ്പോൾ അയാൾ വിട്ടുകളയത്തില്ല. കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ മീഡിയയിൽ ഇങ്ങനെ ചെറുതായിട്ട് ലീക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത് KGS കൊണ്ടുവന്നില്ലേലും മറ്റു ചില മീഡിയയിലൂടെ ഇത് ലീക്ക് ചെയ്ത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ KGS വിത്ത് പ്രൂഫോട് കൂടി സ്കോർ ചെയ്യും. ശരിയാ, അതെനിക്കും തോന്നി. മമ്മി, ഞാൻ ആ MLA മോൻസിയോട് ഇന്നലെ സംസാരിച്ചായിരുന്നു. അസംബ്ലി അടക്കുക. അത് കഴിഞ്ഞ് അവ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ വരാന്ന് പറഞ്ഞോ? ആ മോനെ, ഇതൊന്നും അനന്തന് അറിയരുത് കേട്ടോ. മമ്മി, ഇതൊക്കെ ചിറ്റപ്പനെ അറിയിക്കാതല്ലേ നമ്മൾ കൊണ്ടുവന്നത്. ചിറ്റപ്പൻ സിനിമാ പ്രാൻ തലക്ക് പിടിച്ച് നടക്കുമല്ലേ, അങ്ങനെ നടക്കട്ടെ. മമ്മി ഇപ്പം വക്കീലിനെ വിളിച്ചിട്ട് വരാൻ പറ. സാറേ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മയാണ്. എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വേണ്ട സാറേ, വേണ്ട വേണ്ട, ഇനിയൊന്നും വേണ്ട. ആൻസി പറയുന്നത് പോലെ ഈ കേസ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല.
അതാദ്യം മനസ്സിലാക്ക്. ആൻസിയുടെ കുഞ്ഞുങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടികളെ അവരുടെ അച്ഛനും കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ പരിപാലിക്കാമെന്നും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തോളാമെന്നും മാനസികമായും ശാരീരികമായും അവർക്ക് സപ്പോർട്ട് കൊടുത്തോളാമെന്നും കോടതിയിൽ എഴുതി വെപ്പിച്ചിട്ടാ കുട്ടികളെ അയാൾക്കൊപ്പം വിട്ടത്. അതാണ് കോടതിയുടെ നടപടി. അപ്പൊ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ അച്ഛനുണ്ട്. സാറേ, നിയമത്തിന്റെ വഴികളിലൊക്കെ അത് ശരിയായിരിക്കും. ഓരോ സ്ഥലത്തും എന്തൊക്കെ ഇപ്പൊ നടക്കുന്നത്, എന്തൊക്കെ വാർത്തകൾ നമ്മൾ വായിക്കുന്നത്. ജന്മം കൊടുത്ത തന്തയും തള്ളയും വരെ കുഞ്ഞുങ്ങൾ തീ പൊളിക്കുന്നു, പട്ടിണിക്കിടുന്നു, മറ്റുള്ളവർക്ക് വെക്കുന്നു, ഭിക്ഷക്കാർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നില്ല സാർ എല്ലാ ദിവസവും. അപ്പൊ പിന്നെ അവരെന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? അനന്തുവിന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങളില്ല, അവരെ മാറ്റിയിരിക്കുക. അനന്തുവിനെ ആ സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞ അവരെ ബോംബെയിലേക്ക് അയാളെ പറഞ്ഞു വിടും. അത് പല്ലവിയുടെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ അവരുടെ പ്ലാനിങ് ആണ് സാർ. പല്ലവിയുടെ അടുത്ത് നിന്ന് മാറ്റി, ആ വീട്ടിൽ നിന്നും മാറ്റി. അവരിപ്പോ എന്റെ കുഞ്ഞുങ്ങള് ആ ഋഷിയുടെ കസ്റ്റഡിയിലാ. എനിക്ക് അവരെ ഒട്ടും വിശ്വാസമില്ല സാർ. അവൻ എന്നെ വെള്ളം ചെയ്യും, എനിക്ക് ഉറപ്പത്. അതുകൊണ്ട് ഇനി എന്താ ചെയ്യണ്ടേ? പറ, ഒന്ന് പറയേ, എന്താ ചെയ്യണ്ടേ? നമ്മൾ തുടങ്ങി വെച്ച യുദ്ധം ഈ നിമിഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണോ? കീഴടങ്ങണമെന്നാണോ? ആൻസി പറ. കീഴടങ്ങണമെങ്കിൽ കീഴടങ്ങാം സാർ. ഞാൻ ആരുടെ കാല് വെള്ളം പിടിക്കാം. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എവിടുന്നാ തുടങ്ങിയേ? കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്നിട്ടാണോ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ അനന്തനുമായിട്ട് കണ്ടുമുട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള 10-18 വർഷത്തെ കുടുംബജീവിതം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞല്ലേ? എവിടുന്നാ നിങ്ങൾക്ക് തെറ്റിയത്? നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട എവിടുന്നാ? അത് ചിന്തിക്ക്. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ പബ്ലിക്കിന്റെ മുമ്പിൽ മോശക്കാരിയാക്കിയതിന്റെ പിന്നിൽ ആരാ? നിങ്ങളോട് ആരാധന മൂത്ത ഒരുപാട് പേരുണ്ടാവും. നിങ്ങളും അനന്തനും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ അസൂയ മൂത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരാരും നിങ്ങളുടെ ജീവിതത്തെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങളെ ഒരു പരപുരുഷനെ ചേർത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്, ഒരു ശ്രമമുണ്ട്, ഒരു അധ്വാനമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ തന്നെ എന്റെ മുമ്പിൽ ഇത് പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ മക്കളുടെ മുമ്പിലെങ്കിലും നിങ്ങൾ തെറ്റുകാരിയല്ലെന്ന് പ്രൂവ് ചെയ്യണമെന്ന്. നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ പാപിയല്ലെന്ന് തെളിയിക്കണമെന്ന്. ആ വാശി ശക്തി ഏറ്റെടുത്ത ഏത് പെണ്ണുണ്ട് ആൻസിക്ക് തുല്യമായിട്ട് ഈ കേരളത്തിൽ, ഈ സമൂഹത്തിൽ എവിടെ ഉണ്ട്? ആൻസി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് കേട്ട് മനസ്സ് നിറഞ്ഞവനാണ് ഈ കേജീസ്. എൻ്റെ ഭാര്യയെ എനിക്ക് നഷ്ടപ്പെട്ടതും ആൻസി നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും ഒരു നാണയത്തിൻ്റെ 2 വശമാണെന്ന് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യ മാത്രമാണ്. പക്ഷേ ആൻസി സ്വയം നഷ്ടപ്പെടുത്തിയ അത് ആൻസിക്ക് മാത്രമല്ല, ഒരു വലിയ സ്ത്രീ സമൂഹത്തിനുള്ള നഷ്ടമായി മാറും അത്. ആൻസി വിചാരിക്കും ഞാൻ ഈ കേസുമായിട്ട് ഇറങ്ങി തിരിച്ചത് എൻ്റെ പോപ്പുലാരിറ്റിക്കും എൻ്റെ ഫെയിമിനും വേണ്ടിയാണെന്ന്. അല്ല സാർ, സാറേ പറഞ്ഞൊന്നും അല്ല സാർ. സാർ, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് അതിനെക്കാട്ടും വലിയ ഒരു നഷ്ടവുമില്ല. ആൻസി, ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് അവക്ക് എന്ത് നഷ്ടപ്പെടാം. മാതാപിതാക്കളെ നഷ്ടപ്പെടാം, സുഹൃത്തുക്കളെ നഷ്ടപ്പെടാം, സഹോദരങ്ങളെ നഷ്ടപ്പെടാം. പക്ഷേ അതിനേക്കാളും വലിയ നഷ്ടമാണ് ഒരു സ്ത്രീക്ക് അവളുടെ മാനം. ആ മാനം ഇവിടെ അടിയറവ് വെക്കണം എന്നാണ് ആൻസി പറയുന്നതെങ്കിൽ ഞാനും ഈ കൊച്ചാപ്പനും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും പിന്നെ നിങ്ങളെ മനസ്സിലാക്കിയ പല്ലവിയും ആരും നിന്ന് തരില്ല. ആൻസിക്ക് വേണ്ടി ഞങ്ങളാ നിൽക്കുന്നേ. നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നവർക്കെതിരെയുള്ള യുദ്ധം ഞങ്ങൾ നിർത്തില്ല. വേണ്ട സാർ, വേണ്ട. എനിക്ക് വേണ്ടി ഇനി ആരും കഷ്ടപ്പെടണ്ട. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഞാനിത് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാൻ വന്നതാ. ഞാൻ അനന്തുവിന്റെയോ ഋഷിയുടെയോ അവരുടെ വീട്ടുകാരുടെ ആരുടെ വെച്ച കാല് പിടിച്ചോളാം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ജീവനോടെ വേണം സാർ. എനിക്കിനി ഒരു കേസും വേണ്ട സാർ. എന്റെ കുഞ്ഞുങ്ങളെ മാത്രം മതി എനിക്ക്. ഞാൻ പൊക്കോളാം. അങ്ങനെ തോന്നിവാസം പറഞ്ഞിട്ട് പോയാൽ മതിയോ? സാറ് പറഞ്ഞ അനുസരിക്ക്. കേസ് നടത്തിയിട്ടാലും കൊച്ചുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? അവന്മാരൊന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂല. കൊച്ചപ്പ മതി, മതി. എനിക്ക് പോണ. കൊച്ചപ്പ വരുന്നുണ്ട്. വാ ആൻസി, അവിടെ നിൽക്ക്. ഇവിടെ വന്നിരിക്കേ. നിങ്ങളോട് മര്യാദക്കല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞേ?
ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചോളണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രസവിച്ചു തന്നെ. ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മാത്രമല്ല നഷ്ടം, ഞങ്ങൾക്ക് നഷ്ടമാ, കൊച്ചാപ്പനും നഷ്ടമാ, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും നഷ്ടമാ. ആ നഷ്ടം വരാതിരിക്കാൻ നോക്കാനുള്ള ശേഷി ഈ KGSനുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചില്ലേ? ഇനി വാ പൂട്ടി മിണ്ടാതിരുത്തോണം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി കൂടെ നിന്നവരാ ഞങ്ങളെല്ലാവരും. CFSL മെയിൽ വന്നു, അവിടെ പ്രോസസ്സിംഗ് തുടങ്ങി. പോയാൽ 1 മാസം. ആൻസി വർഗീസ് ആരായിരുന്നു ഈ മാളൂര് തിരിച്ചറിയാൻ പോവാ. അവിടെയാ നിങ്ങൾ കാലിൽ വീണ് കീഴടങ്ങാൻ പോകുന്നത്. നാണമുണ്ടോ സ്ത്രീ നിങ്ങൾക്ക്? എന്തൊക്കെ നഷ്ടപ്പെടാൻ നിങ്ങളുടെ ജീവിതത്തില്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാ പറിച്ചെടുത്തേ? ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ അന്നേ അങ്ങ് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. ഒരക്ഷരം ഇനി വേണ്ടി പോരുത്. പറയുന്നത് അനുസരിച്ചോണം. നിങ്ങൾക്ക് KG സുബ്രഹ്മണ്യം ആരും അല്ലായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് നോക്കിയിരിക്കാൻ KGSന് പറ്റില്ല. നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ആരാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആരാണെന്ന്. ആ ചോദ്യം ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് തന്നെ. അപ്പോഴൊക്കെ എനിക്ക് മറുപടി തന്നത് എൻ്റെ ശിവപ്രിയ. അവക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അവക്ക് വേണ്ടി മാത്രം. ആ ചായ കുടിക്കുക. ചായ കുടിക്കുക. സാറേ, സാർ ഈ പറഞ്ഞപ്പോഴാ ഒരു സത്യം മനസ്സിലായത്. ഇതിന്റെയൊക്കെ തുടക്കം എവിടുന്നാ സാറേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു 10-18 വർഷത്തിന് മുമ്പേ ആൻസിമൊക്കെ എങ്ങനോ ഒരു സിനിമാ മോഹം തോന്നി കേട്ടോ. അന്നേ കൂടെ വന്ന് ചേർന്നതാ ആ പന്തളം ബേബി. അന്നേ എന്റെ മോള് അയാള് പറഞ്ഞതിന് വഴങ്ങിക്കൊടുക്കാത്തവരുള്ള ശത്രുതയാ ഇപ്പോഴും വിടാതെ തുടരുന്നത്. അന്നേ അനന്തൻ ഈ പന്തളം ബേബിയുടെ ചെവിക്കുറ്റിക്ക് അടിച്ചിട്ടാ ഇവളെയും കൊണ്ട് പോകുന്നത്. ആ അനന്തനെ ഇന്ന് എവിടാ സാറേ? അന്ന് തുടങ്ങിയ വൈരാഗ്യമാ എന്റെ മോളെ നശിപ്പിക്കാൻ. അവനാ എന്റെ കുടുംബത്തിൽ കയറി നിന്ന് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. വിട്ടുകൊടുക്കരുത് സാറേ, എല്ലാം അഴിയണം, എല്ലാത്തിനും അഴിയണിക്കണം. അതെ ഉച്ചപ്പ, ഈ അനന്തന്റെ കുടുംബത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറെ കേസുകളില്ലേ, അയാളുടെ ചേട്ടനും ഭാര്യയും മറ്റുള്ളവരും ചേർന്നുണ്ടാക്കിയ കേസുകൾ. ഈ കേസുകൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി KGS ഈവനിങ്സ് നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ അത് അന്വേഷിച്ചു പോകുമ്പോഴാണ് ആൻസി വർഗീസിന്റെ വീഡിയോ കേസും അവരുടെ കുടുംബത്തിൽ അമർത്തി വെച്ചിരിക്കുന്ന ക്രിമിനൽ കേസുകളും ഒരേ ചങ്ങലയിലെ കണ്ണികളാണെന്ന് മനസ്സിലായത്. ഈ ചങ്ങല കണ്ണികളെ ഒരുമിപ്പിക്കണം. KGS ഈവനിങ്സിലൂടെ ആൻസിയുടെ ശബ്ദം പുറത്തു വരണം. ആൻസി ജനങ്ങളോട് സംസാരിക്കണം. തന്നെ ചതിച്ചവർക്കെതിരെയുള്ളൊരു മൂവ്മെന്റ്. ആൻസിക്ക് എല്ലാം തുറന്നു പറയാം. ആ തുറന്നു പറച്ചിലൂടെ എല്ലാം പുറത്തു വരും. ആദിത്യ ഗ്രൂപ്പിന്റെ മുഴുവൻ ഉള്ളുകളികളും അതിൽപ്പെടും. പ്രിയയുടെ പ്രഗ്നൻസി കേസ്, ഋഷിയുടെ യൂണിവേഴ്സിറ്റി പരീക്ഷാ തട്ടിപ്പ് കേസ്, പിന്നെ ആദിത്യ ഗ്രൂപ്പിന്റെ അഴിമതി കേസുകൾ, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന വിൻസെന്റിന്റെ കൊലപാതക കേസ്. ഇപ്പൊ ആൻസി ചിന്തിക്കും, താൻ എന്തിനാ ഇതൊക്കെ പബ്ലിക്കിനോട് പറയുന്നതെന്ന്. ചിന്തിക്കാൻ ഒന്നുമില്ല ആൻസി. യുദ്ധം തുടങ്ങിയത് ആൻസിയാ. പക്ഷേ ഇപ്പൊ കരുക്കൾ നീക്കുന്നത് അവരാ. അതിനെ മറികടന്നു പോകുമ്പോൾ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് ഈ കോടനാട് കേസ്. ആൻസി CFSL വരെ എത്തരുത്. അതിനെന്തെല്ലാം തടസ്സങ്ങളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ആ തടസ്സങ്ങളെ മറികടക്കാൻ ആൻസിയുടെ കയ്യിൽ എന്ത് ആയുധമുള്ളത്? അവര് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ അല്ലേ? KGS ഈവനിങ്സ് അത് പുറത്തു കൊണ്ടുവരുമ്പോൾ ആൻസി വർഗീസ് അതിന്റെ മുമ്പിൽ തന്നെ കാണണം.
എന്താ സാർ വേണ്ടത്? ഞാൻ എന്താ പറയണ്ടേ? സാർ പറ. മോളെ, സാറ് പറയുന്നത് പോലെ റെക്കോർഡ് ചെയ്ത് കൊടുക്ക്. അതാണ് നമുക്ക് വേണ്ടത്. അതോടുകൂടി അവന്റെ നെഗളി പങ്ക് തീരും. ഹൻസി, KGS ഈവനിങ്സിന്റെ അടുത്ത ലക്കം നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്ത് നാളെ പോസ്റ്റ് ചെയ്യും. അതോടെ പബ്ലിക്, ഗവൺമെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും CDAC, CFS ഉൾപ്പെടെയുള്ളവരുടെ ഫോക്കസ് നേരെ KGS ഈവനിങ്സിലേക്ക് വരും. എല്ലാവർക്കും ഉള്ള മറുപടി അതിലുണ്ടാവും. ആൻസിക്ക് പബ്ലിക് സപ്പോർട്ട് കിട്ടും. വനിതാ കമ്മീഷനും വനിതാ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ സപ്പോർട്ട് കിട്ടും. ഞാൻ എന്താ പറയണ്ടേ? സാർ എഴുതി തന്നാ മതി, ഞാൻ പറയാം. പോരാ, എഴുതി തന്ന് പറയേണ്ടതല്ല ആൻസിയുടെ ജീവിതം. മറ്റേത് സ്ത്രീക്കുള്ളതിനേക്കാളും അനുഭവം ആൻസിക്കുണ്ട്. അപ്പോൾ അത്രയും അനുഭവമുള്ള ആ സ്ത്രീയുടെ മനസ്സിലും ഒരു ഭാഷയുണ്ടാവും. ആ ഭാഷയിൽ നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കണം. പത്മനാഭ, ക്യാമറ റെഡിയാക്കി വെച്ചോ. അടങ്ങിയിരിക്കണേ, വലിച്ച അനങ്ങല്ലേ. ദേ ചേട്ടാ നോക്കേ, വലിച്ച സുന്ദരി കുട്ടിയായില്ലേ? ആ പല്ലവി ചേച്ചി വലിച്ചിനിങ്ങനെ ഒരുക്കോ? ഓ, അവള് വലിയ കൊച്ചായില്ലേ. ഞങ്ങളെ അവളെ ഒരുക്കി അങ്ങ് കിടത്തേക്കുവാ. പല്ലവി ചേച്ചി എന്താ ഇങ്ങോട്ട് വരാത്തെ? വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ചേച്ചിക്ക് ഭയങ്കര തിരക്കല്ലേ, ബിസിയാ. പുറത്തെവിടെ പഠിക്കാൻ പോണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി വരില്ലേ? ഇല്ല. പല്ലവി ചേച്ചി വന്നാ മതിയായിരുന്നു. ഞങ്ങള് ചേച്ചിയുടെ കൂടെ കിടക്കുന്നേ. വരാൻ പറയണേ വല്യച്ഛ. ഓ, പറയാം പറയാം പറയാം. അടങ്ങിയിരിക്കണേ. ഇനി പൊട്ട് വെക്കാം. ഓ ഓ, ഇട്ടോ, പൊട്ടിട്ടോ. ആ ആ അടങ്ങിയിരിക്കണേ. ആ ആ ആ, വലിയ പൊട്ടല്ലയോ? ദേ ചേട്ടാ നോക്കേ, വലിച്ച ഇപ്പൊ കുറച്ചുകൂടെ സുന്ദരിയായില്ലേ? ആ, ഓ ഓ ഓ ഓ ഓ, ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടി. ആദി, ഇത് നിങ്ങൾ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? നിങ്ങളെന്താ മണവാട്ടിയായിട്ട് നിൽക്കുന്നോ? നാണമില്ലേ മനുഷ്യൻ നിങ്ങൾക്ക്? ചിത്ര പിള്ളേർ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാ. ആ, അവരുടെ സന്തോഷത്തിനാ അവരിഷ്ടപ്പെട്ട വീട് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നെ. എന്നിട്ട് കിന്നിരിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് മുഖം കഴിയിട്ട് വന്നേ, നമുക്ക് പോണം. എടി, MLA വന്ന് സംസാരിച്ചിട്ട് പോവാന്നല്ലേ പറഞ്ഞത്? നിങ്ങളൊന്ന് വന്നേ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. മക്കളെ, ഇതാ വരുന്നേ. എന്തുവാടി? MLA വിളിച്ചു വരുത്തുന്നതും പരീക്ഷാ കേസിൽ നിന്ന് ഊരാൻ നോക്കുന്നതും ഒക്കെ അവരുടെ ആവശ്യമാ. MLAയുടെയും ഋഷിയുടെയും അവന്റെ കൂട്ടുകാരുടെയും. നമ്മുടെ ആവശ്യമൊന്നും അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക. അവൻ എങ്ങനെയെങ്കിലും ഈ 2 കേസിൽ നിന്നും രക്ഷപ്പെടണം. ഒന്ന് ആ പെണ്ണ് കേസ്, മറ്റേത് ഈ പരീക്ഷാ കേസ്. ഈ കോടനാട് കേസിലെ അവൻ കുടുങ്ങത്തൊന്നുമില്ല, നമ്മളാ കുടുങ്ങിയിരിക്കുന്നത്. ആൻസിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഈ കേസിൽ നിന്ന് അവന് രക്ഷപ്പെടാനുള്ള വഴിയാ അവൻ നോക്കുന്നത്. എടി, നമ്മളും അത് തന്നെയല്ലേ നോക്കുന്നേ? ആ, നോക്കിക്കൊണ്ടിരുന്നു. അവസാനമേ ഈ ഫ്ലാറ്റ് കേസിൽ നമ്മൾ അകത്താകുകയും ചെയ്യും, ഋഷി മോൻ രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടേ ഈ ഋഷിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ലാതെ MLAയുടെ മുന്നിലൊന്നും നമ്മൾ പോയി നിൽക്കേണ്ട കാര്യമില്ല. അത് അവന്റെ കേസാ. ഞാൻ സേതുപതി സാറിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ അങ്ങോട്ട് വരും. പിന്നെ ആ MLA വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. നിങ്ങൾ ഈ മുഖമൊക്കെ കഴുകിയിട്ട് ഇറങ്ങാൻ നോക്ക്. ചെല്ലേ. പത്മനാഭ, ആൻസി ഇപ്പൊ കൊടുക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ ഒരു പുതിയ തരംഗം KGS ഈവനിങ്സിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കും. നമ്മൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തൊന്നുമല്ലല്ലോ പത്മനാഭ. അവർ തന്നെ ഓരോരോ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരികയല്ലേ. ഋഷി തന്നെ ഇവിടെ വന്ന് നമ്മുടെ KGS ഈവനിങ്സിന് വില പറഞ്ഞു. കോടികൾ ഓഫർ ചെയ്ത് നമ്മളെ ഒതുക്കാൻ നോക്കി. നമ്മളതിന് നിന്നു കൊടുക്കില്ലെന്ന് മനസ്സിലാക്കി അവൻ ആൻസിയുടെ മക്കളെ ടാർഗറ്റ് ചെയ്തു. ഇപ്പോഴും ആൻസിയുടെ വീട്ടിലെത്തി ആൻസിയുടെ മുഖത്ത് നോക്കി അത് തന്നെ പറഞ്ഞു. അവൻ അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിന് മറുപടി കൊടുക്കേണ്ട സമയമായി. KGS ഈവനിങ്സിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ എല്ലാ മീഡിയാസിനും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാറുക. സാറേ, ഋഷി ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ തന്നെ വക്കീലന്മാരുണ്ടല്ലോ. അല്ലെങ്കിൽ നിയമജ്ഞന്മാരുടെ ഇടയിൽ കുപ്രസിദ്ധനായ സേതുപതി നാരായണനെ കൂടെ കൊണ്ടു നടക്കൂ. അവർ ഓതി കൊടുക്കും, പിള്ളേരെ ഉപദ്രവിച്ചാൽ വേറെ പണി കിട്ടുമെന്ന്. കണ്ടു ആൻസി, പത്മനാഭ സാർ പറഞ്ഞു കേട്ടോ.
അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ആ KGS ഈവനിങ്സിന്റെ ഈ സീറ്റിന്റെ അവകാശി ഇനി കുറച്ച് നേരത്തേക്ക് ആൻസി വർഗീസാ. വാ അയ്യോ സർ, ഞാനെങ്ങനെ സാറിന്റെ സീറ്റില്? ആൻസി, ഇത് KGSന്റെ സീറ്റൊന്നുമല്ല, സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരുടെ സീറ്റാ. വന്നിരിക്കേ. റെഡി? ഞാനെങ്ങനെ തുടങ്ങണ്ടേ സർ? ആൻസിക്ക് എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. ആൻസി എന്ന ചതിക്കപ്പെട്ട സ്ത്രീയെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലാണ് ആൻസി എന്ന് കരുതുക. അവരുടെ മുമ്പിൽ നിങ്ങളുടെ സങ്കടവും വേദനയൊക്കെ ഇറക്കി വയ്ക്കുക. കാതോർത്ത് കേൾക്കാൻ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കരുതുക. ഓക്കെ, തുടങ്ങാം. നിങ്ങൾ റെഡിയല്ലേ? ആ റെഡിയാണ് സർ. ക്യാമറയിൽ നോക്കി സംസാരിച്ചാൽ മതി. റെഡി? റോളിംഗ് സർ. റോൾ. പറഞ്ഞോളൂ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൻസി വർഗീസ്.